ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് ഈ മൾട്ടിവിറ്റമിൻ കഴിക്കുന്നത്. പ്രത്യേകിച്ച് മഗ്നീഷ്യം മഗ്നീഷ്യം ഭയങ്കര പരസ്യമായിട്ട് ഇങ്ങനെ വരുന്നത് കാണാം. മഗ്നീഷ്യം കഴിക്കുന്നുണ്ട് ഉറക്കം കിട്ടും, മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ്, നമുക്ക് എനർജി ഊർജ്ജസ്വലമായിട്ടിരിക്കാനൊക്കെ വളരെ നല്ലതാണ് എന്നത് ആണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. പക്ഷെ ഇത് നമ്മൾക്ക് ആവശ്യമുള്ളതാണോ, അതായത് നമ്മൾ കഴിക്കേണ്ടതാണോ, നമുക്ക് ബോഡിയിൽ ഇത് കുറവാണോ, അല്ലെ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറില്ല. ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഈ മൾട്ടിവിറ്റമിൻസ് ഇതുപോലെയുള്ളതൊക്കെ നമ്മൾ വെറുതെ വാരി വലിച്ച് കഴിക്കുക. ഇതിങ്ങനെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദൂഷ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ നമ്മളുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എത്രമാത്രം ഇത് ആവശ്യമുണ്ട് എന്ന് നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഈ വൈറ്റമിൻസിൻ്റെ കുറവുകളുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം നമ്മളിത് സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കാനായിട്ട്. അതല്ലാതെ വരിക നമ്മൾ വെറുതെ നമുക്ക് ഫുഡിൽ നിന്ന് ഇതൊക്കെ കിട്ടുന്നുണ്ട്, നമ്മുടെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണഗണങ്ങളും നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഏലക്കറികളൊക്കെ കഴിക്കുന്നവരാണെന്ന് വരികിൽ നമുക്ക് ഇതുപോലെയുള്ള വൈറ്റമിൻസ് ഒക്കെ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ നമ്മുടെ ഫുഡ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് ഒരു ബാലൻസിങ് അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഫുഡുകളൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നതാണെന്ന് വരികിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറായിട്ട് സംസാരിച്ച് ഒക്കെ നമ്മളിത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബോഡി ബിൽഡിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്ന കോമ്പറ്റീഷനൊക്കെ ചെയ്യുന്നവർക്കാണ് ഇത് ആവശ്യമാണ്. കാരണം അവർ പരമാവധി ഈ ഡയറ്റിലേക്ക് പോകുമ്പോൾ പല ഫുഡ് അവോയ്ഡ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പല രീതിയിലുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഒരു ഷോർട്ട് പീരീഡിൽ മത്സരിക്കുന്ന ഷോർട്ട് പീരീഡിൽ ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും അത്ര കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല, നമ്മൾ കൊടുക്കുകയും ചെയ്യും. അതല്ല എന്ന് വരിക ജിമ്മിൽ പോകുന്നിടത്തോളം കാലം മൾട്ടിവിറ്റമിന് മിനറൽസ് ഇതുപോലെ വരുന്ന സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ വരുന്ന ഈ വൈറ്റമിൻസ് വൈറ്റമിൻ എല്ലാം കൊണ്ട് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമില്ലാതെ കൊടുത്താൽ നമുക്കത് ഉപകാരത്തേക്കാൾ ഉപരി ഉപദ്രവം ഉണ്ടാക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ കാൽസ്യം ഒക്കെ അടിഞ്ഞുകൂടാനും, കാൽസ്യം അടിഞ്ഞുകൂടി നമുക്കറിയാം നമുക്ക് കിഡ്നി സ്റ്റോൺ പോലെയുള്ളവ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് ഇതൊക്കെ നമുക്ക് വന്നാൽ ഇതുപോലെയുള്ള പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ശാരീരികമായിട്ട് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്നതിന് നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾ മൾട്ടിവിറ്റമിൻ അല്ലെങ്കിൽ മറ്റ് മിനറൽസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സപ്ലിമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു.